നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. വലിച്ചെറിയരുത്, നല്ല വിലയുണ്ട്. പൊന്നും വിലയുടെ വിപണി തൂക്കി ചിരട്ട. തേങ്ങയുടെ ചിരട്ട വലിച്ചെറിയുന്ന കാലം കഴിഞ്ഞു. പൊന്നും വിലയോടെ വിപണി തൂക്കി മുന്നേറുകയാണ് ചിരട്ട. കിലോയ്ക്ക് 35 രൂപ വരെയാണ് മൊത്ത കച്ചവടക്കാർ നൽകുന്ന വില. തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുമുള്ള മൊത്ത കച്ചവടക്കാരാണ് ചെറുകിട കച്ചവടക്കാരിൽ നിന്നും ചിരട്ട ശേഖരിക്കുന്നത്. പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നവർ പ്ലാസ്റ്റിക്കിനും കടലാസിനും മുമ്പേ ഇപ്പോൾ അന്വേഷിക്കുന്നത് ചിരട്ടയാണ്. 2 വർഷം കൊണ്ട് ചിരട്ടയുടെ വില 3 ഇരട്ടിയാണ് വർദ്ധിച്ചത്. 10 മുതൽ 15 രൂപ വരെയാണ് ഉണ്ടായിരുന്നത്. കരിയായി ഉപയോഗിക്കാനും കരകൗശല വസ്തുക്കൾ, ആഭരണങ്ങൾ എന്നിവ നിർമ്മിക്കാനുമാണ് ചിരട്ട കൂടുതലായി ഉപയോഗിക്കുന്നത്. വാട്ടർ പ്യൂരിഫയറിൽ വെള്ളം ശുദ്ധീകരിക്കാനും പ്ലൈവുഡ് മേഖലയിൽ മരത്തിനോടൊപ്പം കൂട്ടി ശക്തി വർദ്ധിപ്പിക്കാനും ചിരട്ടക്കരി ഉപയോഗിക്കുന്നുണ്ട്. സ്വർണ്ണപ്പണിക്കായും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിക്കാനും ചെടികൾക്ക് വളമായും കരി എടുക്കുന്നുണ്ട്. ദീർഘനേരം കത്തുന്നതിനായി ചന്ദനത്തിരി നിർമ്മാണത്തിൽ ചിരട്ടപ്പൊടി ഉപയോഗിക്കുന്നു. ഗ്യാസ് സിലിണ്ടർ ക്ഷാമത്തിൽ വലയുന്ന ഹോട്ടൽ വ്യാപാരികളും വിറകുപയോഗം കൂട്ടിയതിനാൽ ചിരട്ടയെ ആശ്രയിക്കുന്നു. അതേസമയം വിപണി വാണിരുന്ന തേങ്ങയുടെ വില ഇടിയുകയാണ്. പച്ചത്തേങ്ങ കിലോഗ്രാമിന് 80 രൂപ വരെ ഉണ്ടായിരുന്നത് 35 രൂപ വരെയും താഴ്ന്നിരുന്നു. തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ തേങ്ങ ഉൽപ്പാദനം കൂടിയതും പശ്ചിമേഷ്യൻ സംഘർഷവും വിലയിടിവിന് കാരണമായി പറയുന്നു. വസ്ത്രങ്ങൾ ഇസ്തിരിയിടാനും റബ്ബർ മരത്തിൻ്റെ പാൽ ശേഖരിക്കാൻ പാത്രമായും ചിരട്ട ഉപയോഗിച്ചു പോരുന്നു. തവി നിർമ്മാണത്തിനും കിണറ്റിലെ വെള്ളം ശുദ്ധീകരിക്കാനും ചിരട്ട ഉപയോഗിക്കുന്നു. ചിരട്ടയ്ക്കിപ്പോൾ പിച്ചച്ചിരട്ട എന്നുള്ള പേരുദോഷം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ രാജകീയ പദവിയാണ് ചിരട്ടയ്ക്കുള്ളത്. ഇങ്ങനെ നിരവധി പറഞ്ഞാൽ തീരാത്ത ഉപയോഗങ്ങളാണ് ചിരട്ട കൊണ്ടുള്ളത്. അപ്പോൾ ചിരട്ടയുണ്ടെങ്കിൽ ആരും എടുത്ത് വെറുതെ കളയരുത്.